ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ നടപടികൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ദ്വീപുകാരുടെ ക്ഷേമത്തിനുമെതിരാണെന്ന് ലക്ഷദ്വീപ് എസ്.ടി വെൽഫെയർ അസോസിയേഷൻ എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അംഗങ്ങൾ. തലസ്ഥാനമായ കവരത്തിയിലും മിനിക്കോയ് ദ്വീപിലും ആവശ്യത്തിന് ഇരുനില കെട്ടിടങ്ങൾ പണിയാമെന്നിരിക്കെ കടലോരത്തിനടുത്ത് പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള ഭരണകൂടത്തിന്റെ തീരുമാനം അനാവശ്യമാണെന്നും ഒഴിഞ്ഞുകിടക്കുന്ന 1300 തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തി തൊഴിൽ ലഭ്യത ഉറപ്പാക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലക്ഷദ്വീപ് എസ്.ടി വെൽഫെയർ അസോസിയേഷൻ രംഗത്തെത്തിയത്. ഈ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിനെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ ഭരണഘടന ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് 240 ഭരണഘടനയിലെ 240(1) വകുപ്പനുസരിച്ചാണ്. അവിടെ കൃത്യമായി രാഷ്ട്രപതിക്ക് ഭരണഘടന നൽകുന്ന പറഞ്ഞിരിക്കുന്നത് ദ പ്രസിഡന്റ് ഷാൽ മേക്ക് റെഗുലേഷൻസ് ഫോർ ദ പീസ്, പ്രോഗ്രസ് ആൻഡ് ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. എന്നാൽ ഇന്ന് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നഗ്നമായ ലംഘനമാണ്. ലക്ഷദ്വീപിൽ രാഷ്ട്രപതിക്ക് റെഗുലേഷൻ ഉണ്ടാക്കാൻ അധികാരം കൊടുത്ത എന്തിനു വേണ്ടിയാണ്? ഫോർ പീസ്, പ്രോഗ്രസ് ആൻഡ് ഗുഡ് ഗവർണൻറ്റ്. ഞങ്ങൾക്ക് പട്ടയം നൽകാൻ, ഞങ്ങൾക്ക് കൈവശാവകാശ രേഖ നൽകാൻ വേണ്ടി എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാൻ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഭരണഘടന വിധേയമാണോ? മോറോവർ വി ആർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഭാഗത്ത്. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കളക്ടർ എന്ത് ചെയ്തു? അദ്ദേഹം ഈ പറഞ്ഞ 2475 ഏക്കർ വരുന്ന പണ്ടാരം ഭൂമി ഒരൊറ്റ ഓർഡർ കൊണ്ട് അദ്ദേഹം മുഴുവൻ തിരിച്ചെടുത്തു. എന്നാൽ ഈ പറയുന്ന ലക്ഷദ്വീപ് ലാൻഡ് ടെനൻസി റെഗുലേഷനിൽ എങ്ങും ഒരു സ്ഥലത്ത് ഞങ്ങൾക്കിത് കൊടുക്കാൻ പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് ഒക്കുപൻസി റേറ്റ് കൊടുക്കാൻ 83-ലും 84-ലും പറയുന്നു. എന്നാൽ ലക്ഷദ്വീപ് കളക്ടർക്ക് ഒരു മീറ്റർ ഭൂമി ഈ പണ്ടാരം ഭൂമിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ ഒരു സ്ഥലത്തും അധികാരം നൽകിയിട്ടില്ല. ഈ ലക്ഷദ്വീപ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കവറത്തി, ആന്ത്രോത്ത്, മിനിക്കോയ്, കൽപ്പേനി, ആക്കത്തി ഈ ദ്വീപിൽ വരുന്ന 50% ഓഫ് ദ ലാൻഡ് ഈസ് ടേക്കൺ ബാക്ക് ബൈ ഹിസ് ഓർഡർ. മൊത്തം ലക്ഷദ്വീപിലുള്ള 32 ചതുരശ്ര കിലോമീറ്ററിൽ 10 ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന സ്ഥലമാണ് ഒരൊറ്റ ഓർഡർ കൊണ്ട് അദ്ദേഹം തിരിച്ചെടുത്തിട്ടുള്ളത്. ആരുടെ മുമ്പിലും പോയി കൈ നീട്ടി ജീവിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ ഭൂമി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഭരണകൂടം ലക്ഷദ്വീപിലെ ഇതുവരെ, അതായത് ഞങ്ങളുടെ സംഘടന ഞങ്ങളുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ കഴിയുന്നവരായിരുന്നു. ആ സ്ഥിതിയിലാണ് ഇപ്പോൾ വന്നിട്ട് ഞങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത്, വീടുകൾ പിടിച്ചെടുത്ത്, ഞങ്ങളുടെ ഉടമസ്ഥത നഷ്ടപ്പെടുത്തി, ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടോ, എന്തൊക്കെ അവകാശമുണ്ടോ അതെല്ലാം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് എമി സബാഹ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ട്രാൻസ്പെറന്റ്, ലൈറ്റ് വെയിറ്റ്, ന്യൂ ഡിസൈൻ, ട്രഡീഷണൽ ഡിസൈൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കാൻ എവിടെയാ സ്ഥലം? വാലറ്റ് ജുവലേഴ്സ്. നീ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ കിട്ടും. വാലറ്റ് ജുവലേഴ്സ്. ഇനി സ്വർണം വാങ്ങാം ആലുവയിൽ തന്നെ.